അസ്സലാമലൈക്കും. ഇപ്പം നമ്മളിന്നൊരു അടിപൊളി ചമ്മന്തി ആയിട്ടാട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ അതാ മുതിര ചമ്മന്തിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതണ്ട മുതിര, ഇതണ്ട ഒരു ചുമന്ന കളറാട്ടോ, വെള്ള കളറുള്ള മുതിരയുണ്ട്. ഇതിലടിയിൽ വെള്ള ഉള്ളതുണ്ട്. അപ്പോൾ ഏതായാലും മതി, ഞാൻ പറഞ്ഞേ ഉള്ളൂ ഇതിൻ്റെ കളറ്. അപ്പോൾ നമ്മളിതുകൊണ്ട് നല്ലൊരു ചമ്മന്തി ഉണ്ടാക്കാൻ പോകും. അത് ഞാൻ കഴുകി ലേശം എടുത്തിട്ടുണ്ട്. 2 സ്പൂണ് ഇതിൻ്റെ അടുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതായിട്ട് വേണ്ടിയ സാധനങ്ങളാണ്: ചുമന്ന മുളക്, ഉള്ളി, ഒരു കുഞ്ഞ് കഷ്ണം ഇഞ്ചി, പുളി, വളംപുളി, കറിവേപ്പിൻ്റെ ഇല, ഒരു നുള്ള്, ഒരു പിഞ്ചളവിൽ ഉഴുന്ന് പരിപ്പ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിക്ക് വേണ്ടിയ തേങ്ങയാണ്. തേങ്ങ ലേശം വേണം. അപ്പോൾ ഇതൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ തീയൊന്ന് കത്തിച്ചിട്ട് കഴുകി കല്ലുണ്ടോയെന്നൊക്കെ നോക്കി ഉറപ്പ് വരുത്തിയിട്ടാണ് കേട്ടോ എടുക്കാൻ. അപ്പോൾ ചട്ടി അടുപ്പത്ത് വെച്ച് ഇത് ചൂടായി വരുമ്പോൾ നമുക്ക് ഇതൊക്കെ ഒന്നുണ്ട് വറുത്തെടുക്കാം. അപ്പോൾ ഞാൻ കുറഞ്ഞ അളവിലാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് ഇതുപോലെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ പിന്നെ എത്ര ദിവസമാണെങ്കിലും നിൽക്കും. കാരണം നമ്മൾ ഇതിൽ വെള്ളം കൂട്ടുന്നില്ല, വെള്ളം ചേർക്കാതെ അരച്ചെടുക്കുക. ഈ ഉള്ളിൻ്റെ ഈ നീര് മാത്രം മതിയാവും. അപ്പോൾ കഴുകിയതായിട്ടാട്ടോ വെള്ളം. നല്ല അടിപൊളി ടേസ്റ്റാണ്. പണ്ട് ആൾക്കാരൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി, നമ്മളെ അമ്മമാരൊക്കെ ഉള്ളപ്പോൾ. അപ്പോൾ അമ്മമാരൊന്നുമില്ല, അപ്പോൾ നമ്മളുണ്ടാക്കുക. അമ്മമാരൊക്കെ മരിച്ചു പോയില്ലക്കളെ. അപ്പോൾ നല്ലൊരു ചമ്മന്തിയാണ്, നല്ല ഇഷ്ടമാണ്. ഞാനിപ്പോഴത്തെ ആവശ്യത്തിന് മാത്രമായിട്ട് എടുത്തിട്ടുള്ളൂ. നമ്മളെ മുതിര ഇതുപോലെ അങ്ങനെ പൊട്ടി ഇങ്ങനെ വരുമ്പോൾ 1 മിനിറ്റും കൂടി ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് കൊണ്ട് വാങ്ങും കേട്ടോ. ഇപ്പോൾ ഈ മുതിരിൻ്റെ കളർ തന്നെ ഇങ്ങനെ കേട്ടോ. നിങ്ങൾ വിചാരിച്ചത് കരിഞ്ഞാണ്, ഇതൊരു കാപ്പി കളർ. ഇത് പായിച്ചിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും, അടിപൊളി ടേസ്റ്റ്. അതാണ് നോക്കേണ്ടത്. പണ്ട് കാലങ്ങളിലൊക്കെ മുതിര നല്ലോണം കഴിക്കുന്നതിന് എല്ലാവരും. മഴ കണ്ട് പെയ്താൽ മുതിര കൊണ്ടുവന്ന് ഉപ്പേരി വെച്ചും കറി വെച്ചും ഒക്കെ കഴിക്കുന്നു, തോരൻ വെച്ചൊക്കെ. അപ്പോൾ ഞാനൊരു ഇച്ചിരി വെളിച്ചെണ്ണയും കൂടി അതിൽ ഒഴിച്ച് ഇനി ചൂടാകുമ്പോൾ തീ കുറച്ച് ചെയ്യും. ഉഴുന്ന പരിപ്പ് ഒരു പിഞ്ചളവിലെടുത്ത് ഇതല്ല, ഇതേ ഉള്ളൂ, ഇത്ര മതി. അപ്പോൾ ഈ ഈ വറുത്ത് വെച്ച മുതിര ഉണ്ടല്ലോ, അത് ആദ്യം ഒന്ന് പൊടിക്കണേ. അത് മുറിച്ച് മുളകിട്ട് തീ കുറച്ച് വെച്ച് അങ്ങനെ ഉണ്ടാക്കി വെച്ചോളി. എന്നാലും നിങ്ങൾക്ക് എന്താപ്പോൾ പറയുക, കുട്ടികൾക്ക് കൊടുത്തയക്കാനും നമ്മൾ പോകുന്നുണ്ടെങ്കിൽ ഒക്കെ കൊണ്ടുപോകാനൊക്കെ നല്ലതാണ്. വലിയ ആൾക്കാരൊക്കെ ഓരോ ജോലിക്ക് പോകണവരൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നമ്മൾ ഉള്ളി, പിന്നെ മുളക്, പിന്നെന്താ കറിവേപ്പ്, ഒരു പുളിൻ്റെ കഷ്ണം, പുളിയൊക്കെ പാകത്തിന് ഇരിക്കട്ടോ. ഇതൊന്നും വറുത്ത് അപ്പോൾ അത് ഇത്ര മതി കേട്ടോ, ഒന്ന് വാടിയാൽ മതിയേ. അപ്പോൾ തേങ്ങയും കൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി വെക്കുക. വറുക്കണ്ട, ഒന്ന് ചൂടായാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് എടുത്ത് വെക്കണമെങ്കിലൊക്കെ കേട് വരാതെ ഒന്നുണ്ടാവും.
തേങ്ങ റെഡിയായി വന്നിട്ട് അതിൽ എന്തൊരു ഈർപ്പുണ്ടാവുമല്ലോ അതൊന്നാണ് വയ്ക്കാൻ മതി. ഇത്ര മതി. ഇനി നമുക്ക് ഇത് ഓഫാക്കി തീ ഓഫാക്കിയിട്ട് ഇത് വാങ്ങി ഇതൊന്നിങ്ങോട്ട് അരച്ചെടുക്കണ പണിയേ ഉള്ളൂ. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ അത് നമ്മളിങ്ങനെ കേട്ടോ വറുത്തെടുത്തിട്ടുള്ള ഇതുണ്ടാവും. ഇതൊന്ന് അരച്ചെടുക്കും. അപ്പോൾ അതങ്ങനെ കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ള ഇങ്ങോട്ട് നോക്കി നിങ്ങൾ നല്ല ഒരു ചമ്മന്തി. ഇതുപോലെ നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, ലൈക്കും. അപ്പോൾ എല്ലാവരോടും നന്ദി, നമസ്കാരം, അസ്സലാമു അലൈക്കും.